സമൂഹത്തിൽ ഏതെല്ലാം തലത്തിൽ ആളുകൾ പിന്നോക്കം നിൽക്കുന്നോ അവരെയെല്ലാം ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും പെന്തകോസ്തൽ ഗ്രൂപ്പുകാർ മതപരിവർത്തനം നടത്തിയിട്ടുള്ളത്. ആ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് അനിൽ കൊടിത്തോട്ടം കൊടുത്ത ആ ഒരു ഉത്തരവൂടെ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ഡിസ്കസ്റ്റഡ് ഫോർ ദാറ്റ് പേഴ്സൺ അനിൽ കൊടിത്തോട്ടം. അടിക്കടി ആ ഒരു സ്ത്രീ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് 2-3 പെലയന്മാർ വന്ന് കയറി അവരിവിടെ അവകാശം സ്ഥാപിക്കുന്നു. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസവും സവർണ മേധാവിത്വത്തിൽ റണ്ണ് ചെയ്യുന്ന ഒരു വിശ്വാസം തന്നെയാണ്. സവർണ മേധാവിത്വത്തിലുള്ളവരെ പിണക്കിക്കൊണ്ട് ഇവർക്ക് ഇതിനകത്ത് നിലനിൽപ്പ് സാധ്യമല്ല. ജാതീയ വ്യവസ്ഥിതിക്കെതിരെ സ്റ്റേജുകളിൽ ഇയാൾ ഘോരം പ്രസംഗിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതാണ്. അയാൾ പക്ഷേ കാണുന്ന ജാതീയത ഹിന്ദുമത വിശ്വാസത്തിലെ ജാതീയത മാത്രമേ അയാളുടെ കണ്ണിൽ കാണുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമാകുന്നത് നമ്മുടെ സാക്ഷര കേരളത്തിൽ 22 വയസ്സുള്ള നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തതും, ഞാൻ ഒരിക്കലും ആ ഒരു സംഭവത്തെ ആത്മഹത്യ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൊല ചെയ്തതും ഇതിനോട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടെ പെന്തക്കോസ്തുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് 2 വീഡിയോകളിലൂടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിതിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല. അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എങ്കിൽ തന്നെയും ആ ഒരു സംഭവത്തിൽ ജാതീയധിക്ഷേപത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്ന കാര്യം മലയാളിക്ക് ഓൾറെഡി വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഞാൻ കണ്ട 2 വീഡിയോസ് അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു ചർച്ച് ഓഫ് ഗോഡ് പെന്തക്കോസ്തൽ സഭയിൽ അവിടുത്തെ വിശ്വാസികൾ തമ്മിൽ നടക്കുന്ന ഒരു കൂട്ടത്തല്ലാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അനിൽ കൊടിത്തോട്ടം എന്ന പെന്തക്കോസ്തൽ പാസ്റ്റർ ഒരു സെക്യുലർ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചുമാണ്. ഈ 3 കാര്യങ്ങളിലും വ്യക്തമായിട്ടും ഒരു കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ജാതി അല്ലെങ്കിൽ ജാതീയത, ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് തന്നെയാണ്. ജാതിയാണ് ഇവിടുത്തെ പ്രശ്നം. അത് തന്നെ ആയിരിക്കും ഞാനിവിടെ സംസാരിക്കുന്നതും. അത് എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നും ഞാൻ പോകുന്ന വഴിയിൽ ഓരോ വീഡിയോയും കാണിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. ആദ്യമായിട്ട് അനിൽ കൊടിത്തോട്ടം ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ദലിതർ പൊതുവെ 2 ഇടങ്ങളാണ് അവരുടെ സ്വാഭാവിക ഇടം എൻ്റെ നിരീക്ഷണത്തിൽ. ഒന്ന് ക്രിസ്ത്യാനിറ്റിയും, 2 LDF ആണ് അവരുടെ സ്വാഭാവിക ഇടങ്ങളായിരുന്നു. അതിനോട് 2നോട് അവർക്ക് കലഹിക്കേണ്ടി വന്നു പിൽക്കാലത്ത്. അതൊരു പ്രതിഷേധമാണ്. നിങ്ങൾ പരിശോധിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷിനെ എടുത്താലും രാജ എടുത്താലും രാധാകൃഷ്ണനെ എടുത്താലും ഇവരെല്ലാം ഒരു ക്രിസ്ത്യാനിയുണ്ട്. BJP പറയുന്ന പോലെ ഒരു ക്രിസ്തീയ തർക്കമുണ്ട് ആ കുടുംബത്തിൽ. ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചോ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇവർ പള്ളിയിൽ പോയിരുന്നു എന്നും പറഞ്ഞൊരു കേസില്ലാതിരിക്കില്ല ഈ വീടുകളിലെല്ലാം. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എവിടെയോ ഒരു ക്രിസ്ത്യൻ ഇൻ്റർഫിയറൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ ഒന്നിൽ ഇവരുടെ ഫോർഫാദേഴ്സിന്. അപ്പോൾ 2 കാരണങ്ങളാലാണ് അതിൻ്റെ നിരാശ സംഭവിച്ചത്. ഒന്ന് സംവരണ പ്രശ്നങ്ങൾ. 1950 പ്രസിഡൻഷ്യൽ ഓർഡർ വഴി ദലിതരുടെ സംവരണം, ക്രൈസ്തവരുടെ സംവരണം റദ്ദ് ചെയ്തു. അത് കോൺഗ്രസ്സാണ് ചെയ്യുന്നത്. അതിനുശേഷം അതുണ്ടായിട്ടുള്ള ചില ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് അവർ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളെ കാണാൻ കഴിയാതെ വന്നപ്പോൾ തിരിച്ചു പോകാനുള്ള പ്രവണത വന്നു. ക്രിസ്ത്യാനിത്വത്തിൽ നിന്നും ദളിത് വിഭാഗം അകന്നു പോകാനുള്ള കാരണങ്ങളിൽ 2 കാര്യങ്ങളാണ് പുള്ളി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് 1950 സംവരണം എടുത്തു കളഞ്ഞൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ അവർ പ്രതീക്ഷിച്ച് വന്ന കുറച്ച് കാര്യങ്ങളെ അതിനുള്ളിൽ കാണാതെ വന്നപ്പോൾ അവരതിൽ നിന്നും വിട്ടു പോകേണ്ടി വന്നു. ആ കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്തതല്ലാതെ അയാൾ അവിടെ വിശദീകരിച്ചത് നമ്മൾ ആരും കണ്ടില്ല. എന്താണ് അവരവിടെ പ്രതീക്ഷിച്ച് വന്നത് എന്നുള്ളത് കൊടിത്തോട്ടം വ്യക്തമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ കൂടി ആ ഒരു ഇൻ്റർവ്യൂവറായ ശരണ്യ എന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ പേര്, പുള്ളിക്കാരി ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെ മനുഷ്യരായി അംഗീകരിക്കും എന്ന ഒരു കാര്യം ഓർത്തിട്ടാണ് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് എന്ന് ശരണ്യ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആയിരുന്നു മേജർ റീസണും. കാരണം ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ അനിൽ കൊടിത്തോട്ടത്തിനെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ ഇവിടെ ജാതി മതം എന്ന യാതൊരുവിധ വേർതിരിവുമില്ല, നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി മാറുമെന്നാണ്. ഇവരുടെ ഈ ഒരു വ്യാജ വാഗ്ദാനത്തിൽ വീണ് ഇതേപോലെയുള്ള വിശ്വാസങ്ങളിൽ, അതിൽ പ്രത്യേകിച്ചും ഈ പെന്തക്കോസ്ത് പോലെയുള്ള വിശ്വാസങ്ങളിലൊക്കെ വന്ന് വീണ് കഴിയുമ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് അവരെവിടെയായിരുന്നോ അവരവിടെ ആയിരുന്നപ്പോൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെല്ലാം ഇവിടെ എത്തുമ്പോഴും അതേപോലെ നിലനിൽക്കുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു വിശ്വാസത്തിൽ വന്നെത്തുന്നതിന് ശേഷം മാത്രമാണ്. അതിൻ്റെ കൃത്യമായൊരു തെളിവാണ് അവസാനമായി നമ്മൾ കണ്ട ഒരു ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ കൂട്ടത്തല്ല്. ആ ഒരു വീഡിയോയുടെ കംപ്ലീറ്റ് വിഷ്വൽസ് ഞാനിവിടെ കാണിക്കുന്നില്ല. അതിൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള, നമുക്ക് കണ്ടാൽ വിഷമം തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി ഓടി നടന്ന് അവരോടെല്ലാം പറയുന്നുണ്ട് ഒന്ന് നിർത്ത് എന്നൊക്കെ. അതേപോലെ തന്നെ സ്ത്രീകളെ എല്ലാം ആക്രമിക്കുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ആകമാനമുണ്ട്. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി കാണിക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കേണ്ടത്, ഈ വീഡിയോയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ.
ഇവിടെ ഒരു സ്ത്രീ 2-3 പെലയന്മാർ വന്ന് കയറി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ അവർ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ മാത്രമേ ഇനി ഇവിടെ കാണിക്കുന്നുള്ളൂ. കാരണം ഇനി അങ്ങോട്ടുള്ളത് ഭയങ്കര എക്സ്ട്രീംലി സെൻസിറ്റീവായിട്ടുള്ള അടി കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഇനി കാണിക്കുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ സോഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും കേട്ട് നോക്കാവുന്നതാണ്. അടിക്കടി ആ ഒരു സ്ത്രീ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് 2-3 പെലയന്മാർ വന്ന് കയറി അവരിവിടെ അവകാശം സ്ഥാപിക്കുന്നു എന്ന രീതിയിലുള്ള വാക്കുകളാണ്. ക്ലിയർ അല്ലെങ്കിൽ കൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. സമൂഹത്തിൽ ഏതെല്ലാം തലത്തിൽ ആളുകൾ പിന്നോക്കം നിൽക്കുന്നോ അവരെയെല്ലാം ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകാർ മതപരിവർത്തനം നടത്തിയിട്ടുള്ളത്. അത് സാമൂഹികമായിട്ടായിരിക്കാം, ജാതീയമായിട്ടായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം. ഇങ്ങനെ ഏത് അവസ്ഥകളിലും സമൂഹത്തിൽ പിന്നോക്കമായി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇവർ പർട്ടിക്കുലർലി എയിം ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അവരെ ചെന്ന് കണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഇവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് ആളുകൾ നിങ്ങളെ കുറച്ച് കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും, ഞങ്ങളുടെ അവിടെ ഇങ്ങനെയുള്ള വേർകൃത്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ജാതി എന്ന് പറയുന്ന കാര്യം വെച്ചു പൊറുപ്പിക്കുന്ന ആളുകളെയല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്നതിലുപരി മറ്റൊരു വ്യക്തിയെ മറ്റൊന്നിൻ്റെയും പേരിൽ വേർതിരിക്കുന്നില്ല എന്നുള്ള മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് പാവപ്പെട്ട മനുഷ്യരെ ഈ ഒരു വൃത്തികെട്ട വിശ്വാസത്തിലേക്ക് ഇവർ എത്തിക്കുന്നത്. പിന്നീട് അവർക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആജീവനാന്തകാലം ഇതേപോലെ ഒരു വൃത്തികെട്ട വിശ്വാസത്തിൽ എല്ലാവരാലും തഴയപ്പെട്ട് യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ലാതെ ഒരു സെക്കൻഡ് ക്ലാസ് മനുഷ്യൻ എന്ന തലത്തിൽ ഇതേപോലെ അവരുടെ വോയിസ് ഒന്നും പറയാതെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് ഒന്നും തന്നെ പറയാൻ പറ്റാതെ ഒരു രണ്ടാം കിട പൗരൻ എന്ന നിലയിൽ ഇതേപോലെയുള്ള വൃത്തികെട്ട വർഗീയ വിശ്വാസങ്ങളിൽ നിന്ന് പോകുക എന്നല്ലാതെ അവർക്ക് യാതൊരുവിധ ഓപ്ഷനും ഇല്ല. ആ ഒരു ഇൻ്റർവ്യൂ പുരോഗമിക്കുന്നതിനനുസരിച്ച് ജാതീയതയുടെ മറ്റു പല തലങ്ങളെക്കുറിച്ചും പെന്തക്കോസ്തലെ ജാതീയതയുടെ തലങ്ങളെക്കുറിച്ചും അതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ അനിൽ കൊടിത്തോട്ടം കൊടുക്കുന്ന മറുപടികളും ഞാനിവിടെ കാണിക്കാം. പക്ഷേ ഇനിയും കേൾക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു കാര്യം ഫസ്റ്റ് ടൈമിൽ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ, ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഒരു ഇൻ്റർവ്യൂ കേട്ടത്, ആ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് അനിൽ കൊടിത്തോട്ടം കൊടുത്ത ആ ഒരു ഉത്തരവൂടെ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ഡിസ്കസ്റ്റഡ് ഫോർ ദാറ്റ് പേഴ്സൺ അനിൽ കൊടിത്തോട്ടം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പം കൺവേർട്ടഡ് ആയിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റിന് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലാകും അല്ലെങ്കിൽ അറിയാൻ സാധിക്കും. ഈ പറഞ്ഞ മറ്റുള്ള സവർണ്ണ സമുദായത്തിൽ നിന്നുള്ള കൺവേർഷൻ നടത്തുന്ന ആളുകളുമായിട്ട് പെണ്ണെടുക്കാറുണ്ടോ, കല്യാണം അങ്ങനെയൊക്കെ നടത്താറുണ്ടോ? ഈ ദളിതരുടെ ആവശ്യം കല്യാണം നടത്തുക എന്നുള്ളതല്ല. അങ്ങനെ അവർക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നില്ല. എൻ്റെ ഒരു വിഷയം പറഞ്ഞു, ഈ വിവാഹത്തിൽ മുമ്പേ പറഞ്ഞ പോലെ പരിഗണിക്കേണ്ട കുറേ ഇമോഷണലായ സൈഡുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൾച്ചർ തമ്മിൽ പൊരുത്തപ്പെടണമെന്ന് അവരും ആഗ്രഹിക്കുന്നു. ദളിതർ ആവശ്യപ്പെടുന്നില്ല, അങ്ങനെ തിരിച്ചും ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് കുട്ടികൾ തമ്മിൽ ലോഹ്യം കൂടിയൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അത് പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നടത്തി കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥരാകും. ഇത്തരത്തിൽ വ്യാപകമായ വിധത്തിൽ അങ്ങനെ ഒരു വിവാഹം നടക്കുന്നതായിട്ട് എനിക്കറിയില്ല, ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അവരെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞങ്ങളുടെ കൂടെ ഇഷ്ടം പോലെ ആശാരി കൺവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ വിശ്വകർമ്മരുടെ ഇതര വിഭാഗങ്ങളുണ്ട്, ഈഴവാസ് വൻതോതിലുണ്ട്. അതറിയോ? ഞാൻ ഇതിനു മുമ്പ് അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ജാതീയതയെക്കുറിച്ച് അയാളുടെ ചാനലിൽ സംസാരിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അയാൾ ഉരുണ്ട് കളിക്കാൻ നല്ല വിദഗ്ധനാണ്. കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അയാൾക്ക് വേണ്ട രീതിയിൽ ആ ചോദ്യത്തിനെ ഡൈവേർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ട ഒരു ഉത്തരം കൊടുക്കാൻ എക്സ്ട്രീംലി മിടുക്കനായ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ ഏറ്റവും മിടുക്കനായ ഒരു വ്യക്തിയാണ് അനിൽ കൊടിത്തോട്ടം. അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന, അതിൽ കൺവെർട്ടഡായിട്ട് വന്നവരുമുണ്ടാകാം, അല്ലാതെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നിവർ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന തലമൂത്ത ക്രിസ്ത്യാനികളായിട്ട് കൺവെർട്ടായിട്ട് വന്നവർ, ഇപ്പം മറ്റുള്ള മർത്തോമ, കത്തോലിക്ക, ഓർത്തഡോക്സ് അതേപോലെയുള്ള സഭകളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളും തമ്മിൽ കല്യാണം കഴിക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ദളിതരുടെ ആവശ്യം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്.
ഞാനതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പായി പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ ഇതേ കാര്യം ഞാൻ മുൻപ് ജാതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്, കാണിച്ചിട്ടുള്ളതാണ്. ആ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഈ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, പെന്തക്കോസ്റ്റിലെ ജാതീയതയുടെ അവസ്ഥ എന്താണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം തരുന്നുണ്ട്. അത് ഒന്ന് കേൾപ്പിച്ചു തരാം. ഈ വിവാഹം കഴിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ ഇവരുടെ വിവാഹാലോചനയ്ക്ക് ഇവരുടെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ തടസ്സം ഇവർ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്നുള്ളത്. ഈ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഒരു അലിഖിത നിയമം ഉള്ളതുപോലെയാണ് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യാനികളുടെയുള്ള ആചാരങ്ങൾ. ഇത് ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ്, 2ാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം ഞങ്ങൾ ഇതേ ക്രൈസിസിനെ നേരിടുന്നത്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആൾക്കാരും ഇവിടെ പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും തമ്മിൽ വിവാഹത്തിലൂടെ യോജിക്കരുത് എന്നുള്ള ഒരു എഴുതപ്പെടാത്ത പ്രമാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ വിവാഹത്തിൽ ഇങ്ങനെ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവരുടെ പിതാവ് ഇവരുടെ സെൻട്രൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഈ കല്യാണത്തിന് നിങ്ങൾ കൂട്ടുനിന്നാൽ ഞാൻ നിങ്ങൾക്ക് സഭ തരില്ല എന്നാണ്. അവർ പറയുന്നത് IPCയിലും PYPയിലും ഒക്കെ ആക്റ്റീവായിട്ടിരുന്ന ഒരു കുട്ടി ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ച പലതൊരു മോശം മാതൃകയാണത്രേ. എത്രയോ നാളായിട്ട് സുവിശേഷം പറയുന്ന, എത്രയോ നാളായിട്ട് വിശ്വാസത്തിൽ വന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ ലേറ്റർ സ്റ്റേജിൽ കൊടിത്തോട്ടം തന്നെ പറയുന്നുണ്ടായിരുന്നു, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം കാര്യങ്ങൾ ഉണ്ടായിട്ട് വരികയാണെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ അല്ലയോ എന്നത് എനിക്കറിയില്ല. എനിവേ ഒരു കല്യാണ സ്റ്റേജിൽ അതിലെ വരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൺവെർട്ടായി വന്ന വ്യക്തിയാണ്. അയാൾ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഇവർ പറയുന്ന ഈ പുരാതന ക്രിസ്തീയ കുടുംബത്തിൽ നിന്നും കൺവെർട്ടായി വന്ന കുട്ടിയെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ആ 2 വീട്ടുകാർക്ക് പോലും പ്രശ്നമില്ല, പരമ്പരാഗതക്കാർക്കും കുഴപ്പമില്ല, കൺവെർട്ടഡായിട്ട് വന്നവർക്കും കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം പാസ്റ്റർമാർക്കാണ്. പാസ്റ്റർമാർക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. പുരോഹിത വർഗം തന്നെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുമാത്രമല്ലാതെ ഈ പാസ്റ്ററിൻ്റെ തന്നെ, ഈ പ്രസംഗിക്കുന്ന ആൾ ചെയ്സ് എന്നാണ് പേര്, പുള്ളിക്കാരൻ്റെ തന്നെ എക്സ്പീരിയൻസ് പുള്ളി പറയുന്നുണ്ട്. അതും ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനും ഒരു മിശ്രവിവാഹിതനാണ്, എൻ്റെ ഭാര്യയും ഹൈന്ദവ മാർഗത്തിൽ വന്നയാളാണ്. അത് ഞങ്ങളുടെ സഭയിലെ 2 സഹോദരന്മാരെ ഈ സെൻട്രൽ പാസ്റ്ററെ നേരിട്ട് പോയി കണ്ടു. ഈ സെൻട്രൽ പാസ്റ്ററെ നേരിട്ട് പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ അനുവദിക്കാൻ പറ്റത്തില്ല, അത് ശാപമാണ്. എന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ച് ശപിച്ചിട്ട് വിട്ടു. ഇതിന് കൂട്ടു നിൽക്കുന്നവരെല്ലാം ഇതുപോലെ തന്നെ അനർത്ഥങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ പറഞ്ഞു വിട്ടു. ഈ കാര്യം വളരെ വ്യക്തമായിട്ടും അനിൽ കൊടിത്തോട്ടത്തിന് അറിയാവുന്നതാണ്. അനിൽ കൊടിത്തോട്ടത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ ജാതീയതയെക്കുറിച്ച് മരുമോൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ അയാൾ കണ്ടതുമാണ്. അതിനെക്കുറിച്ച് അയാൾ ആ വീഡിയോയിൽ തന്നെ ചെറുതായിട്ടൊന്ന് പരാമർശിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് അറിയാത്ത കാര്യമല്ല. ഈ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ ജാതീയത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വ്യവസ്ഥിതി മറ്റ് എവിടെ നിലനിൽക്കുന്നതും പോലെ തന്നെ ഇവിടെയും നിലനിൽക്കുന്നു എന്ന് പൂർണ്ണ ധാരണയുള്ള വ്യക്തിയാണ്. പക്ഷേ അത് മൂടി വെച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാനായി അയാൾ അവിടെ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്, അതിന് ഇമോഷണലായും കൾച്ചറലായും കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മിശ്ര വിവാഹം അതിനുള്ളിൽ തന്നെ നടക്കാത്തത്. അതായത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും കൺവെർട്ടഡായിട്ട് വന്ന പെന്തക്കോസ്തുകാരും മറ്റ് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് കൺവെർട്ടഡായിട്ട് വന്ന ആളുകളും തമ്മിൽ കല്യാണം കഴിക്കാത്തത് ഈ കൾച്ചറൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ആദ്യം ചെയ്യേണ്ട ഒരു മാന്യത എന്ന് പറയുന്നത്, ഇതേപോലെയുള്ള ആളുകളെ കൺവെർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ യാതൊരുവിധ ജാതീയതയും ഇല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ക്രിസ്ത്യാനികളാണ്, അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും ഇല്ല എന്ന് പറയാതിരിക്കുക, വ്യാജ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇയാൾ തന്നെ പലപ്പോഴായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് ക്രിസ്ത്യൻ കൺവിക്ഷനിലൂടെയാണ്, അല്ലാതെ അരിച്ചാക്ക് കൊടുത്തിട്ടോ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ അല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സംവരണം എടുത്ത് മാറ്റിയപ്പോൾ കൺവിക്ഷനിലൂടെ വന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അതിൽ തന്നെ നിലകൊള്ളുന്നില്ല? കൺവിക്ഷനിലൂടെ വന്നൊരു വ്യക്തിയാണെങ്കിൽ തലയറുത്ത് മാറ്റിയാലും ആ ഒരു കൺവിക്ഷൻ പിടിച്ച് അവിടെ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ രണ്ടാമതായി അയാൾ അവിടെ കൃത്യമായി വിശദീകരിച്ച് പറയാത്ത, ഞാനിവിടെ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട കാര്യം, അതായത് ഇതിനുള്ളിലും നിലനിൽക്കുന്ന ജാതി അധിക്ഷേപം കണ്ടിട്ട് മനസ്സ് മടുത്ത് അവർ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൺവിക്ഷനിലൂടെയും അല്ല ഇവർ മതപരിവർത്തനം നടത്തുന്നത്. തീർച്ചയായും വ്യാജമായ പ്രചരണങ്ങൾ നടത്തിയും ഇവർ ഈ പറയുന്ന പോലെ തന്നെ അരിച്ചാക്കും പണവും കൊടുത്തിട്ട് തന്നെയാണ്. ഞാൻ പെന്തക്കോസ്തിൽ നിന്നും വന്നൊരു വ്യക്തി തന്നെയാണ്. കൺവിക്ഷനിലൂടെ ആരും വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും 99% ആൾക്കാരും ഇതേപോലെയുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചും അല്ലെങ്കിൽ ധനസഹായം പോലെയുള്ള കാര്യങ്ങൾ നൽകിയിട്ട് തന്നെയാണ് വരുന്നത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല.
പിന്നീട് അനിൽ കൊടിത്തോട്ടം ഈ ഒരു ഭാഗം സംസാരിച്ചപ്പോൾ എനിക്ക് ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് ആണ് ഉണ്ടായത് എന്ന് പറയാനുള്ളതിൻ്റെ മെയിൻ കാരണം അനിൽ കൊടിത്തോട്ടം തന്നെ ആ ഒരു ജാതീയത എന്ന് പറയുന്ന മരുമോൻ്റെ കൂടി ഇരുന്നുള്ള ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരനും ഈ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ കൃത്യമായിട്ടും അയാൾക്കൊരു വിസിബിലിറ്റി ഉണ്ട്. ഈ ഒരു പെന്തക്കോസ്റ്റൽ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആളുകൾ ഫോളോ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് അനിൽ കൊടിത്തോട്ടം. ഹീസ് ഹാവിങ് എ പവർ പൊസിഷൻ. അയാളൊരു കാര്യം പറഞ്ഞാൽ കുറച്ച് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി കൃത്യമായിട്ടും ഈ ജാതീയ അനീതികൾ, ഉച്ചനീചത്വം ഈ ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പൂർണ്ണ ഉറപ്പുള്ള ഒരു വ്യക്തി ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ, അയാളുടെ വാക്കിന് വിലയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേപോലെ ഒരു ചോദ്യം വരുമ്പോൾ അതിനെ ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന രീതിയിൽ പറഞ്ഞു വിടുന്നത് കണ്ടപ്പോൾ സ്വന്തം സമൂഹത്തിനോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ലാത്ത, ആ ഒരു സമൂഹം നേരിടുന്ന എല്ലാ വൃത്തികെട്ട നീചത്വങ്ങളെയും അറിഞ്ഞിരിക്കുന്ന, കണ്ട് കേട്ട് പരിചയമുള്ളൊരു വ്യക്തി അതേപോലെ ഒരു ചോദ്യം വന്നപ്പോൾ അതിനെ കൃത്യമായും അഡ്രസ്സ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാതെ അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിനെ ന്യായീകരിച്ചെടുക്കാൻ കാണിച്ച ഒരു മനസ്ഥിതി എന്ന് പറയുന്നത്, എനിക്ക് മലയാളത്തിൽ കൃത്യമായിട്ടും അതിന് അനുയോജ്യമായ വാക്കുകൾ എനിക്കറിയില്ല. വളരെ വൃത്തികെട്ട, വളരെയധികം വൃത്തികെട്ട ഒരു രീതിയായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. പെന്തക്കോസ്തിലെ ജാതീയതയെക്കുറിച്ച് എനിക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ച് മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ച് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാത്തതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് അത് നേരിട്ട് അനുഭവിച്ച, പേഴ്സണലി ആ കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ചെയ്ത വ്യക്തികൾ വന്ന് സംസാരിച്ചാൽ മാത്രമേ അതിന് വേണ്ടത്ര സ്വീകാര്യത കിട്ടൂ, അത് കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ പറ്റൂ, കൃത്യമായും ആളുകളിലേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്, അവർക്കത് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അവരെ ഇപ്പോഴും അത് സംസാരിക്കാതെ പിടിച്ചു നിർത്തുന്ന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസത്തിലായിരുന്നപ്പോൾ അവരവരുടെ ഒപ്പീനിയനുകൾ പറയാൻ ശ്രമിച്ചപ്പോൾ അവരെ അനുഭവപ്പെട്ട ബാക്ക്ലാഷുകളാണ്, അവരനുഭവിച്ച ജാതീയ അധിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ അതൊരു നീണ്ട കാലയളവാകില്ല. ഉടനെ തന്നെ ആളുകൾ പുറത്തേക്ക് വരും, സംസാരിക്കും. അത് അനുഭവിച്ചവർ തന്നെ വന്ന് സംസാരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അനിൽ കൊടിത്തോട്ടത്തെ പോലൊരു വ്യക്തി ഈ ഒരു കാര്യത്തെ ക്യാൻസൽ ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്കത് അത്രയും മോശമായിട്ട് അനുഭവപ്പെട്ടത്. ജാതീയ വ്യവസ്ഥിതിക്കെതിരെ സ്റ്റേജുകളിൽ ഇയാൾ ഘോരം പ്രസംഗിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതാണ്. അയാൾ പക്ഷേ കാണുന്ന ജാതീയത, ഹിന്ദുമത വിശ്വാസത്തിലെ ജാതീയത മാത്രമേ അയാളുടെ കണ്ണിൽ കാണുകയുള്ളൂ. ഹിപ്പോക്രൈറ്റ് അല്ലെങ്കിൽ അവസരവാദി എന്നല്ലാതെ ഇയാളെ പോലുള്ളവരെ എനിക്ക് ഒന്നും പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശ ധാരണയുണ്ട്. കാരണം ഒന്നാമത്തേത്, അയാളുടെ വിശ്വാസത്തെ തന്നെ അയാൾക്ക് മോശമാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസവും സവർണ മേധാവിത്വത്തിൽ റണ്ണ് ചെയ്യുന്ന ഒരു വിശ്വാസം തന്നെയാണ്. സവർണ മേധാവിത്വത്തിലുള്ളവരെ പിണക്കിക്കൊണ്ട് ഇവർക്ക് ഇതിനകത്ത് നിലനിൽപ്പ് സാധ്യമല്ല. അയാളുടെ ഒരു നിലനിൽപ്പ് സേഫാക്കുക മാത്രമാണ് ഇവിടെ ചെയ്തത്. അത് സ്വന്തം കമ്മ്യൂണിറ്റിയെ ഒറ്റിക്കൊടുത്തുകൊണ്ടും. പെന്തക്കോസ്തിലെ ജാതീയതയുടെ ഇന്നത്തെയും ഇപ്പോഴും ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡിൽ പോലും നിലനിൽക്കുന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കാണിച്ചു തരാം. ന്യൂ ലൈഫ് കേരള പെന്തക്കോസ്റ്റൽ മാട്രിമോണി എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയയിലൂടെ മാട്രിമോണി റൺ ചെയ്യുന്നു. ആ പേജിലെ ഓരോ ആൾക്കാരുടെയും പ്രൊഫൈൽ ഞാനിവിടെ കാണിച്ചു തരാം. മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. ജെൻഡർ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയ്റ്റ്, ചർച്ച്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പ്ലേസ്, പിന്നെ പഠനം എന്താണ്, ഒക്കുപ്പേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അതിൻ്റെ കൂടെ തന്നെ ഓരോ വ്യക്തിയുടെയും പ്രൊഫൈലിൽ കൃത്യമായിട്ടും മെൻഷൻ ഉള്ളൊരു കാര്യമാണ് ആൻസിസ്ട്രൽ ഒറിജിൻ. ആൻസിസ്ട്രൽ ഒറിജിൻ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓർത്തഡോക്സ്, രണ്ടാമത് ക്രിസ്ത്യൻ, ചേരമർ, ഹിന്ദു ഈഴവ, ചേരമർ ക്രിസ്ത്യൻ, ജ്ഞാനായ ജാക്കോബൈറ്റ്, ക്രിസ്ത്യൻ മർത്തോമ,
മാട്രിമോണിയൽ പ്രൊഫൈലുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ടായിരിക്കും. അവിടെ ഒരു പ്രൊഫൈലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ പെന്തക്കോസ്തുകാർക്കും വളരെ വ്യക്തമായിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ മുതുമുത്തച്ഛന്മാരുടെയും എത്ര വരെ തലമുറയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നോ അതിനെക്കുറിച്ചെല്ലാം അറിയണം. ഇങ്ങനെ അറിയുന്നത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതാണ് പെന്തക്കോസ്തിനുള്ളിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഇവർ പുറത്ത് പുട്ടിയടച്ച് കാണിക്കുന്ന സ്നേഹമോ സാഹോദര്യമോ എന്ന് പറയുന്ന കാര്യം വെറും ഊതി വേർപ്പിച്ചൊരു ബലൂൺ മാത്രമാണ്. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ജാതികളെന്ന് പറയുന്ന മറ്റ് മനുഷ്യരിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത, അതിലുപരി ഹിപ്പോക്രൈറ്റുകളായിട്ടുള്ള വെറി പിടിച്ച വെറുപ്പ് ഉള്ളിൽ നിറച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ് പെന്തക്കോസ്തുകാർ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇത്രയും ഹാർഷായിട്ട് സംസാരിച്ചത്, പ്രത്യേകിച്ച് അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇത്രയും ഹാർഷായിട്ട് സംസാരിച്ചതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ ലോകത്തില്ല. പലരും ആ ഒരു വീഡിയോസിലൊക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു. ഈ ഒരു പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും അവിടെ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന എത്രയോ സാറുമാരുണ്ട്. അവരാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ. അതിലെ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു കൊടിത്തോട്ടവും. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് അടിക്കടി ആളുകൾ വന്ന് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. ആരെങ്കിലും ഒരാൾ ആ ഒരു പ്രശ്നം മുഖാന്തരമായിട്ട് ഇതേപോലെ മരണപ്പെടുകയാണെങ്കിൽ, കൊലപ്പെടുത്തുകയാണെങ്കിൽ, മരണപ്പെടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ എവിടെങ്കിലും ഒരു കൊല നടന്നതിന് ശേഷം മാത്രമേ നമ്മൾക്കതൊരു പ്രശ്നമായിരുന്നു എന്നും നമ്മളതിനെ അഡ്രസ്സ് ചെയ്യണമെന്നും നമുക്ക് അതിനെയും വെച്ച് പൊറുപ്പിച്ചുകൂടാ എന്നും ഒരു ചിന്ത വരത്തുള്ളൂ. ഇതും ഒത്തിരി കാലം ഒന്നും ഓടാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 ദിവസം മീഡിയാസ് എടുത്തു വെച്ച് ആഘോഷിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു സമൂഹത്തിൽ അയാൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, അയാൾക്ക് രണ്ടിടത്തും വോയിസ് ഉണ്ട്. ആ ഒരു ദളിത് സമൂഹത്തിന് വേണ്ടി സംസാരിക്കാനും അതേപോലെ തന്നെ പെന്തക്കോസ്തിലും അതേപോലെ തന്നെ വോയിസ് ഉള്ളൊരു വ്യക്തി ആ ഒരു വോയിസ് ഉപയോഗിക്കാതെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് ബ്രഷ് ഓഫ് ചെയ്ത് കളയാൻ ശ്രമിച്ചത് ഏറ്റവും അപലപനീയമായ മോശപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണ്. എനിക്ക് മലയാളത്തിൽ അതിന് കൃത്യമായ വാക്കുകളില്ല. അതുകൊണ്ടാണ് ഇത് വളരെ മാന്യതയോടുകൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല വാക്കുകൾ ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ ആയിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തിരുന്നതെങ്കിൽ എനിക്കറിയില്ല ഇത്രയും ഞാൻ സംസാരിച്ചത് മാന്യമായിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇത്രയെങ്കിലും ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മാന്യതയോടുകൂടിയാണെന്നാണ്. ഇത്രയും മാന്യതയോടുകൂടി പോലും ഞാൻ താങ്കളെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണും എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ചെങ്കിലും സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക. നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ പറയുന്നതിലുപരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് എത്തിക്കാനും അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനും എന്നേക്കാൾ നിങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കും. ഇതിനെ നാണമില്ലാതെ ന്യായീകരിക്കാൻ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതിലുള്ള പ്രശ്നമാണ്. നിങ്ങളിനി എന്ത് പറയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഇതിലുള്ള പ്രശ്നം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഒത്തിരി കാലം ഇതിനെ മൂടിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഇത് നേരിട്ട് പെന്തക്കോസ്തിനുള്ളിൽ നിന്ന് അനുഭവിച്ച ആളുകൾ ഉടനടി തന്നെ സംസാരിച്ച് തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക.